എല്ലാവർക്കും നമസ്കാരം. വളരെ ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്തയാണ് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. തട്ടിപ്പുകളുടെ ലോകത്ത് ചാലക്കുടിയിൽ വളരെ പ്രത്യേക തരത്തിലുള്ള തട്ടിപ്പുകൾ അരങ്ങേറുന്നു. അതിൽ പലരും ആ തട്ടിപ്പിന് ഇരയാകുന്നു എന്നുള്ളൊരു സത്യം നിങ്ങളുമായി വെളിപ്പെടുത്തുകയാണ്. ഇന്നുണ്ടായ ഒരു പ്രധാനപ്പെട്ട ഒരു സംഭവം, നടരാജ വിഗ്രഹം വീട്ടിൽ വെച്ചാൽ ഐശ്വര്യമുണ്ടാകുമെന്ന് പറഞ്ഞ് 5 ലക്ഷം രൂപയോളം തട്ടിയെടുത്ത കേസിൽ കേരള കോൺഗ്രസ് നേതാവ്, കാടുകുറ്റിയിലെ പ്രാദേശിക കേരള കോൺഗ്രസ് നേതാവ് ഉൾപ്പെടെ 2 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. സംഭവം നടക്കുന്നത് കാടുകുറ്റി പാളയംപറമ്പ് സ്വദേശിയായ രജീഷ് എന്ന ആളുടെ കയ്യിൽ നിന്നും ജനുവരി 4 മുതൽ ഫെബ്രുവരി 17 വരെയുള്ള കാലയളവിനുള്ളിൽ ഇത് വിശ്വസിപ്പിച്ച് പലപ്പോഴായി 5 ലക്ഷം രൂപയോളം തട്ടിയെടുത്ത കേസിൽ കാടുകുറ്റി മാടപ്പള്ളി സ്വദേശി ഷിജോ 45 വയസ്സ്, കാടുകുറ്റി അന്നനാട് സ്വദേശി അനന്തഭവൻ വീട്ടിൽ ബാബു പരമേശ്വരൻ നായർ 55 വയസ്സ് എന്നയാളെയുമാണ് പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇതിൽ ഈ ബാബു എന്ന് പറയുന്ന വ്യക്തി കാടുകുറ്റിയിലെ കേരള കോൺഗ്രസിന്റെ പ്രാദേശിക നേതാവാണ്. ഞെട്ടിപ്പിക്കുന്ന വാർത്ത തന്നെയാണ്. തട്ടിപ്പിനിരയാവാതെ ചാലക്കുടിയിലുള്ളവർ ഇനിയും ശ്രദ്ധിക്കുക. ഇതുപോലുള്ള തട്ടിപ്പുകൾ ഇനിയും നടക്കുന്നുണ്ട്. കൊരട്ടി പോലീസ് സ്റ്റേഷൻ പരിധിയിലെ കാടുകുറ്റി പാളയംപറമ്പ് സ്വദേശിയായ രജീഷ് 41 വയസ്സ് എന്നയാളെ വീട്ടിൽ പഞ്ചലോഹ നടരാജ വിഗ്രഹം വെച്ചാൽ ഐശ്വര്യമുണ്ടാവുമെന്ന് പറഞ്ഞു വിശ്വസിപ്പിച്ച് ജനുവരി 4, 2025 തീയതി മുതൽ 2025 ഫെബ്രുവരി 17 തീയതി വരെയുള്ള കാലയളവിൽ 5 ലക്ഷം രൂപ കൈപ്പറ്റി പഞ്ചലോഹ നടരാജ വിഗ്രഹം നൽകാതെ ദേവി വിഗ്രഹം നൽകി തട്ടിപ്പ് നടത്തിയ സംഭവത്തിന് കാടുകുറ്റി സാമ്പാളൂർ സ്വദേശിയായ മാടപ്പള്ളി വീട്ടിൽ ഷിജോ 45 വയസ്സ് എന്നയാളെയും കാടുകുറ്റി അന്നനാട് സ്വദേശിയായ അനന്തഭവൻ വീട്ടിൽ ബാബു പരമേശ്വരൻ നായർ 55 വയസ്സ് എന്നയാളെയുമാണ് കൊരട്ടി പോലീസ് അറസ്റ്റ് ചെയ്തത്. പരാതിക്കാരനായ രജീഷും ഷിജോയും സുഹൃത്തുക്കളാണ്. ഈ സൗഹൃദത്തിലൂടെ പരാതിക്കാരന് പുരാവസ്തുക്കളോടുള്ള താല്പര്യമുള്ളതായി മനസ്സിലാക്കിയാണ് പഞ്ചലോഹ നടരാജ വിഗ്രഹം വീട്ടിൽ വെച്ചാൽ ഐശ്വര്യമുണ്ടാവുമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ചത്. തുടർന്ന് ഫെബ്രുവരി 17 തീയതിയിലാണ് പഞ്ചലോഹ വിഗ്രഹമാണെന്ന് വിശ്വസിപ്പിച്ച് ഇവർ ഒരു ദേവീ വിഗ്രഹം പരാതിക്കാരന് നൽകുകയായിരുന്നു. നടരാജ വിഗ്രഹത്തിന് പകരം ദേവി വിഗ്രഹം ലഭിച്ച പരാതിക്കാരൻ അതിനെക്കുറിച്ച് ഇവരോട് ചോദിച്ചപ്പോൾ ഈ വിഗ്രഹം വീട്ടിൽ വെച്ചിട്ട് ഐശ്വര്യമുണ്ടായില്ലെങ്കിൽ കോട്ടയം പാല സ്വദേശിയായ ഒരാൾ ദേവി വിഗ്രഹം 15 കോടി രൂപയ്ക്ക് വാങ്ങുമെന്നും ഇവർ പരാതിക്കാരനോട് പറഞ്ഞിരുന്നു. പരാതിക്കാരൻ സംശയം തോന്നി ദേവി വിഗ്രഹം ജ്വല്ലറിയിൽ കൊണ്ടുപോയി പരിശോധിച്ചതിലാണ് വിഗ്രഹം പഞ്ചലോഹമല്ല എന്ന് മനസ്സിലാക്കിയാണ് പരാതി നൽകുകയും കൊരട്ടി പോലീസ് FIR രജിസ്റ്റർ ചെയ്യുകയും പരാതി നൽകിയതറിഞ്ഞ് ഒളിവിൽ പോയ പ്രതികളെ തൃശൂർ ജില്ലാ പോലീസ് മേധാവി B കൃഷ്ണകുമാർ IPSന് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്നാണ് കാടുകുറ്റി അന്നനാട് എന്നിവിടങ്ങളിൽ നിന്ന് അറസ്റ്റ് ചെയ്തത്. കൊരട്ടി പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ അമൃത് രംഗൻ, സബ് ഇൻസ്പെക്ടർ റജിമോൻ, ASIമാരായ ഷീബ, നാഗേഷ്, സ്പെഷ്യൽ ബ്രാഞ്ച് ASI രഞ്ജിത്ത് VR, SCPOമാരായ സജീഷ്, ഫൈസൽ, CPO മണിക്കുട്ടൻ എന്നിവരാണ് അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നത്.